പൂവല്ലോ, ശ്രേയ പറഞ്ഞല്ലോ ഇഷ്ടമാണെന്നാ അതിൻ്റെ അർത്ഥമെന്ന്. അവൻ ഞെട്ടിക്കൊണ്ട് അവളെ തല ഉയർത്തി നോക്കി. അവൾ ഓടി വന്ന് അച്ഛൻ്റെയും മനുവിൻ്റെയും നടുക്കിരുന്നു. പിന്നച്ഛേ, മനൂട്ടൻ ഗീതുവിന് ഉണ്ണിവാവയെ തരുമല്ലോ, പറഞ്ഞല്ലോ ഗീതുവിനോട്. പിന്നെ മനൂട്ടൻ എല്ലാ ദിവസവും നിറയെ നിറയെ ഉമ്മ തരും. ബാക്കി പറയാൻ അനുവദിക്കാതെ മനു അവളുടെ വായ പൊത്തിപ്പിടിച്ച് നെഞ്ചിലേക്കമർത്തി. അവൻ്റെ മുഖമെളിഞ്ഞു. വിശ്വനാഥൻ അതു കാണെ ഉറക്കെ ഉറക്കെ ചിരിച്ചു. പിന്നെ മെല്ലെ എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു. മനു അവളെ കണ്ണുരുട്ടി പേടിപ്പിച്ചു. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവളും നിഷ്കളങ്കമായി ഉറക്കെ ഉറക്കെ ചിരിച്ചു. ഒപ്പം അവനും. അച്ഛൻ ഉറങ്ങിയോ? മനു ഗീതുവിനെയും ചേർത്ത് പിടിച്ച് വിശ്വനാഥൻ്റെ മുറിയിലേക്ക് നടന്നു. ഇല്ല. എന്തേ മക്കളെ? ഇത് ഞങ്ങൾ അച്ഛന് വാങ്ങിച്ചതാ, ശ്രേമോളുടെ കല്യാണത്തിനിടാൻ. ദാ അച്ഛന് കൊടുക്ക് ഗീതു. അവൻ കയ്യിലിരുന്ന കവർ ഗീതുവിനെ ഏൽപ്പിച്ചു. അവൾ ഓടി അച്ഛൻ്റെ മടിയിലേക്ക് അത് കൊണ്ടുചെന്ന് വെച്ചു കൊടുത്തു. അയാൾ വാത്സല്യത്തോടെ അവളുടെ മുടിയിഴകളെ തലോടി. എൻ്റെ കണ്ണടഞ്ഞാലും ഈ ചിരി മായാതെ എൻ്റെ മോളെ നീ ചേർത്ത് പിടിച്ചേക്കണേ മനു. അവൻ അയാളെ നോക്കിയ ശേഷം പ്രണയത്തോടെ അവളിലേക്ക് മിഴികൾ നട്ടു. കണ്ണുകൾ കൊണ്ട് പോവാമെന്ന് ചോദിച്ചു. ഇത്തിരി നാണത്തോടെ അവൾ ഓടി അവൻ്റെ നെഞ്ചിലേക്ക് അണഞ്ഞു. രാത്രിയിൽ എപ്പോഴോ അവളുടെ കുണുങ്ങിയുള്ള കുസൃതി ചിരി നിശബ്ദതയിൽ വിശ്വനാഥൻ്റെ ചെവിയിൽ പതിച്ചു. കല്യാണ ദിവസം അടുത്തു വന്നു. വസ്ത്രങ്ങൾ എടുക്കാനും മറ്റും കാലത്തെ തന്നെ എല്ലാവരും മാറ്റിയിറങ്ങി. സ്വാതിക്കും മാനസികം കുഞ്ഞുവയർ പൊന്തി വന്നിട്ടുണ്ട്. ഓരോരുത്തർ തന്നെത്താൻ വേണ്ടുന്ന വസ്ത്രങ്ങൾ എടുക്കുമ്പോൾ മനു ഗീതുവിനുള്ള സാരി എടുക്കുന്ന തിരക്കിലായിരുന്നു. അവൾ കൈ ചൂണ്ടിക്കാണിക്കുന്ന എല്ലാ സാരിയും എടുത്തവൻ അവളുടെ ദേഹത്തോട് ചേർത്ത് വെച്ചു കൊടുക്കും. കുറേ നേരത്തെ തിരച്ചിലിനൊടുവിൽ അവൻ അവൾക്കൊരു സാരി എടുത്തു കൊടുത്തു. അത് കയ്യിൽ കിട്ടിയ നിമിഷം ആളും പരിസരവും മറന്നവൾ അവനെ ഇറുകെ പുണർന്നു. നോക്കി നിൽക്കുന്ന എല്ലാവരെയും നോക്കിയവൻ അവളുടെ തലമുടിയിലൂടെ തഴുകി തലോടി. മനൂട്ടാ, ഗീതുവിന് ക്ഷീണം വരുന്നു, നാരങ്ങ വെള്ളം വാങ്ങിത്തരുമോ? കൊതിയായിട്ടാ. അല്ല, വയ്യാഞ്ഞിട്ടാ. അബദ്ധം പറ്റിയതുപോലെ അവൾ നാവ് കടിച്ചു. അവൻ അവളെയും വിളിച്ചുകൊണ്ട് ഷോറൂമിൽ നിന്നും ഇറങ്ങി. ഗീതുട്ടി, ഇവിടെ നിൽക്ക്, മനൂട്ടൻ അപ്പുറം ചെന്ന് വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരാം. റോഡിന് എതിർവശത്തായുള്ള കൂൾ ഡ്രിങ്ക്സ് എന്നെഴുതിയ കടയിലേക്ക് അവൻ വിരൽ ചൂണ്ടിക്കാണിച്ചതും അവൾ സമ്മതമെന്നോണം തലയനക്കി. അവൻ പോകുന്നതും നോക്കി നുണച്ചുകൊണ്ട് ഇപ്പുറത്തായി അവൾ നിന്നു. മനൂട്ടാ, വേം വേം. അവൾ തുള്ളിച്ചാടി. അവളുടെ സന്തോഷം കണ്ട് മറ്റെങ്ങും നോക്കാതെ അവൻ മുൻപോട്ട് നടന്നു. പാഞ്ഞു വന്ന ലോറി തട്ടിത്തെറിപ്പിച്ചതും ചോര റോഡിലാകെ പരന്നൊലിച്ചു. മനൂട്ടാ! ബോധമറിഞ്ഞു വീഴുമ്പോൾ അവൻ്റെ ഞെരുക്കം ചെവിക്കുള്ളിൽ തുളഞ്ഞു കയറി. കണ്ണുകൾ വലിച്ചു തുറക്കുമ്പോൾ കൺപോളകൾക്ക് ഭാരമേറ്റു. തല വെട്ടിപ്പൊളിയുന്നത് പോലെ തോന്നി. ചുറ്റും കണ്ണുകൾ ഓടിച്ചു. മുറിയിൽ ഒരു നേഴ്സുണ്ട്. മെല്ലെ ഒന്ന് ഞെരുങ്ങി. സന്തോഷം കൊണ്ടവർ പുറത്തേക്ക് ഓടിപ്പോകുന്നത് കണ്ടു. നിമിഷ നേരം കൊണ്ട് മുറിയിലേക്ക് ആരെല്ലാമോ തള്ളിക്കയറി. അവൾ വന്നവരെയെല്ലാം ആദ്യം കാണുന്നത് പോലെ നോക്കി. ഒട്ടും പരിചയമില്ലാത്തതുപോലെ. എല്ലാവരുടെ കണ്ണുകളും സന്തോഷം കൊണ്ട് ഈറനായിട്ടുണ്ട്. ആരെയും മനസ്സിലാവുന്നില്ല. കഴുത്തിൽ സ്റ്റെതസ്കോപ്പും തൂക്കി ഒരു ലേഡി ഡോക്ടർ വന്നു. വന്നയുടൻ അവർ അവളുടെ കണ്ണുകൾ തുറന്നു നോക്കി. എങ്ങനെയുണ്ട് ഗീതു? ഈ കിടപ്പ് തുടങ്ങിയിട്ട് 2 വീക്സ് ആയി. ഇപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നുന്നുണ്ടോ? അവൾ ഇല്ലെന്ന് പതിയെ തലയനക്കി. ഏറ്റവും പിന്നിൽ നിന്നും ഒരു പരിചിതമായ മുഖം മുന്നിലേക്ക് തള്ളിപ്പിടിച്ചു വന്നു. അച്ഛൻ, അച്ഛേ! അവൾ സന്തോഷത്താൽ കരഞ്ഞു. അയാളെ ഇറുകെ പുണർന്നു. കരച്ചിലടങ്ങിയപ്പോൾ ചുറ്റുമുള്ളവരെ വീണ്ടും അവൾ സംശയത്തോടെ നോക്കി. ആരൊക്കെയോ അവളെ സന്തോഷത്താൽ പുൽകി. ആരും ഒന്നും പറഞ്ഞു കൊടുത്തില്ലെങ്കിലും മണിക്കൂറുകൾ പോകെ അവൾക്ക് മനസ്സിലായി തന്നെ ആരോ സ്വന്തമാക്കിയിരുന്നു എന്ന്. അയാളെ ഇവരെല്ലാം മനു എന്നാണ് വിളിക്കുന്നതെന്ന്. എപ്പോഴോ കഴുത്തിൽ സ്പർശിച്ചപ്പോൾ എല്ലാം ശരിയാണെന്ന് മനസ്സിലായി. താൻ ഇന്നൊരു ഭാര്യയാണ്.
കയ്യിൽ തടഞ്ഞ താലി കയ്യിലേക്കെടുത്തു. മാനവ്. വളരെ മനോഹരമായി അതിൽ അവൻ്റെ പേര് കൊത്തിവെച്ചിരിക്കുന്നു. അവളുടെ ചുണ്ടുകൾ 2 വട്ടം മാനുവെന്ന് ഉരുവിട്ടു. ഒടുക്കം മനുവേട്ടൻ നിന്നു. കണ്ണുകൾ വാതിൽക്കലേക്ക് അവനെ തേടിക്കൊണ്ടിരുന്നു. അവളെ കാണാനായി കയറി വന്ന ദീപകിനെയും അഭിജിത്തിനെയും അവൾ സംശയത്തോടെ നോക്കി. അല്ല, ഇവരാരുമല്ല. അവളുടെ മനസ്സ് മന്ത്രിച്ചു. തലയിലും കയ്യിലും ചുറ്റിക്കെട്ടലുമായി വാക്കിംഗ് സ്റ്റിക്കിൻ്റെ ബലത്തിൽ ഒരുത്തൻ അവർക്ക് പിന്നിലായി കയറി വന്നു. അവൻ്റെ കണ്ണുകൾ ബെഡിൽ കിടക്കുന്ന അവൾക്കുമേൽ വെപ്രാളത്തോടെ പരതിക്കൊണ്ടിരുന്നു. മനുവേട്ടൻ. മനസ്സിലിരുന്ന് ആരോ പറഞ്ഞു. അടുത്തു വന്ന് നിന്ന് അലിവോടെ നോക്കുന്നുണ്ട്. തനിക്ക് പരിചയമില്ലാത്ത തൻ്റെ എല്ലാമായ പുരുഷൻ. എന്തു പറ്റിയതാവും ഈ മുറിവുകളൊക്കെ? അവൾ അവനെ അടിമുടി നോക്കി. മോളെ, ഇതാണ് മാനവ്, മനു. പിന്നിൽ നിന്നും അച്ഛൻ അവൾക്കവനെ പരിചയപ്പെടുത്തി കൊടുത്തു. അവൻ ഞെട്ടിക്കൊണ്ട് പിന്നിലേക്കാഞ്ഞു. അവളെല്ലാം മറന്നിരിക്കുന്നു, തന്നെയും മറന്നിരിക്കുന്നു. അവൻ അവളെ വേദനയോടെ നോക്കി. അവൾ അവനെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു. അവർക്ക് മാത്രമായി സംസാരിക്കാൻ എല്ലാവരും മുറിയിൽ നിന്നും ഇറങ്ങി. കടുത്ത നിശബ്ദത 2 പേർക്കുമുള്ളിൽ മൂടിക്കെട്ടി. ഈ മുറിവൊക്കെ എന്തു പറ്റിയതാ? അവൾ തന്നെ സംസാരത്തിന് തുടക്കം കുറിച്ചു. അവന് നെഞ്ചു വിങ്ങി. എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയപ്പോഴാ ഗീതൂട്ടി ബോധം മറിഞ്ഞു വീണത്. ഓർമ്മയില്ലേ ഒന്നും? അവൻ പ്രതീക്ഷയോടെ അവളെ നോക്കി. അവൾ ഇല്ലെന്ന് തലയനക്കി. ഡിസ്ചാർജായ ദിവസം മനുവിൻ്റെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുചെന്നു. കുഞ്ഞു വീട്. മുകളിലത്തെ നില ഓടാണ്. സീലിങ്ങിട്ട് ഓടിനെ മറച്ചിട്ടുണ്ട്. എല്ലാ മുറികളും ചെറുത്. അവൾ എല്ലാം സൂക്ഷ്മമായി നോക്കിക്കൊണ്ടിരുന്നു. ശ്രേയ കാണിച്ചു തന്ന മുറിയിലേക്ക് കയറി. മേശയിൽ വിവാഹത്തിനെടുത്ത ഒരു ഫോട്ടോയുണ്ട്. വെറുതെ അതിന്മേൽ വിരലുകൾ കൊണ്ടുവന്ന് തഴുകി. മുറിയിലെ ഗന്ധം മൂക്കിലേക്ക് ആവാഹിച്ചു. അപരിചിതമായ ഗന്ധം. ഇവിടെ താൻ അദ്ദേഹവുമായി ഇഴുകി ചേർന്ന് കിടന്നിട്ടുണ്ടാകുമോ? അവൾ കിടുങ്ങി. ചെറിയ വീടാണ്, ഇത്രയൊക്കെ സൗകര്യങ്ങളേ ഉള്ളൂ. അവൻ മുറിയിലേക്ക് കയറി വന്നതറിഞ്ഞ് അവൾ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. അവനെ കാണുമ്പോഴെല്ലാം അപരിചിതത്വം അവളെ പൊതിഞ്ഞു. അതറിഞ്ഞെന്നോണം അവൻ വേറെ മുറിയിലാണ് കിടന്നത്. ദിവസങ്ങൾ ഓടിപ്പോയിക്കൊണ്ടിരുന്നു. അവൾ എല്ലാവരുമായും അടുത്തു. അവനപ്പോഴും അവളെ കാണുമ്പോൾ ഉള്ളം പൊള്ളി. അവളെല്ലാം ഒരിക്കൽ അറിയില്ലേ? അവൻ വിയർത്തു. എല്ലാം അവളോട് പറഞ്ഞിട്ട് മതി. എല്ലാം അവൾ അറിഞ്ഞിട്ടു മതി മുൻപോട്ടുള്ള ജീവിതം. തന്നെ ഒഴിവാക്കാൻ അവൾക്ക് ഒരിക്കലും ആകില്ല. അവൻ്റെ ഉള്ളം മന്ത്രിച്ചു. അവൾ ഏതൊരു പെണ്ണിനെയും പോലെ തൻ്റെ ദാലിയെ സ്നേഹിച്ചു തുടങ്ങി. അവനായി ഭക്ഷണങ്ങൾ ഒരുക്കി തുടങ്ങി. രാത്രി മുറിവാതിലിൻ്റെ കൊളുത്തിടാതെ അവനായി കാത്തുനിന്നു. അവൻ്റെ അകൽച്ച അവൾക്കുള്ളിൽ വേദന നിറച്ചു തുടങ്ങി. ഇഷ്ടമല്ലേ മനുവേട്ടന് തന്നെ? അവളിൽ വേദനിപ്പിക്കുന്ന സംശയങ്ങൾ ഉടലെടുത്തു. എനിക്കല്പം സംസാരിക്കണം. ഇന്ന് ഞാൻ പോയി വന്നിട്ട് നമുക്കൊന്ന് പുറത്തേക്കിറങ്ങാം. അവൻ കാലത്തെ ഇറങ്ങാൻ നേരം അവളോടായി പറഞ്ഞു. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് തലയനക്കി. അവനെ യാത്രയാക്കാൻ ഇറയത്തേക്ക് നടന്നു. ഉച്ചയോടടുത്ത് സ്വാതി വന്നു. അവൾ ഗീതുവിനെ നോക്കി പരിഹസിച്ചും കളിയാക്കിയും പുച്ഛിച്ചും ചിരിച്ചു. അതെല്ലാം എന്തിനെന്ന് മനസ്സിലാവാതെ ഗീതു സംശയിച്ചു. എൻ്റെ മോളുടെ ദാനമാണ് നിന്റെ കഴുത്തിലെ മഞ്ഞ ലോഹം. ശുഭമായി ശബ്ദം താഴ്ത്തി അടുക്കളയിൽ നിന്നും ഗീതുവിൻ്റെ ചെവിയരികിൽ ചെന്ന് നിന്ന് പറഞ്ഞു. അവൾ വിറച്ചു. പയർ മുറിച്ചുകൊണ്ടിരുന്ന കത്തിയുടെ തുമ്പ് വിരലിൽ കൊണ്ടുകയറി. ചോര പൊടിഞ്ഞു. മനസ്സ് നീറി. അല്ല, ഇതെല്ലാം കള്ളമാണ്. മനുവേട്ടൻ തന്നെ ഇഷ്ടപ്പെട്ട് കെട്ടിയതാണെന്ന് അവൾ അവളെ തന്നെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരുന്നു. വൈകിട്ട് 1 കപ്പ് ചായയുമായവൾ മുറിയിലേക്ക് നടന്നു. മുറിയിൽ നിന്നും ഒരു പെണ്ണിൻ്റെ ഏങ്ങലടി കേട്ടു. മനസ്സ് വെപ്രാളപ്പെട്ടു. കാലുകൾക്ക് വേഗതയേറി.
മനുവേട്ടൻ്റെ നെഞ്ചിൽ സ്വാതി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. ആയാസപ്പെട്ട് താഴേക്ക് പടികൾ ഇറങ്ങി. കരഞ്ഞു കണ്ണുകൾ വീർത്തു. സ്വാതിയുമായുള്ള ഇഷ്ടം ഇപ്പോഴും ഉണ്ടെന്ന് പറയാനായിരിക്കുമോ ഇന്ന് പുറത്തു പോകാമെന്ന് തന്നോട് പറഞ്ഞത്? പക്ഷേ സ്വാതിയും വിവാഹിതയല്ലേ, ഒരു കുഞ്ഞിൻ്റെ അമ്മയാകാൻ പോകുന്നവളല്ലേ. എങ്കിലും ഒരു പൊട്ടത്തേക്കാൾ എന്തുകൊണ്ടും നല്ലത് അവൾ തന്നെയാണ്. പിന്നെ എന്തിനായിരുന്നു തന്നെ വിവാഹം ചെയ്തത്? അവൾക്കുള്ളിൽ 1000 ചോദ്യങ്ങൾ ഉയർന്നു. സന്ധ്യയ്ക്ക് മുറിയിൽ ജനലിലൂടെ പുറംകാഴ്ചകളിലേക്ക് മിഴികൾ പായിച്ചു നിൽക്കുകയായിരുന്നു ഗീതു. ഇറങ്ങാം. അവൻ മുറിയിലേക്ക് കയറി വന്നു. എത്ര തന്നു എൻ്റെ അച്ഛൻ നിങ്ങൾക്ക്? ബാധ്യതകളും കടങ്ങളും എല്ലാം വീട്ടി തീർന്നോ? വീട് തിരിച്ചു പിടിച്ച് കടങ്ങളും വീട്ടി പെങ്ങളുടെ കല്യാണം നടത്തിയില്ലേ? ഇനിയും ബാധ്യതകളുണ്ടോ? ഉണ്ടല്ലേ. ശ്രേയെ കൂടി വിവാഹം ചെയ്ത് അയക്കാനുണ്ട് അല്ലേ? അതിനുള്ളത് ഞാൻ തരാം. പകരം എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുചെന്നാക്കണം. അവളുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു. തോളിൽ വിറവലോടെ പതിഞ്ഞ അവൻ്റെ കൈകളെ അവൾ ബലമായി കുടഞ്ഞു മാറ്റി. തുടരുത് എൻ്റെ ശരീരത്തിൽ, അവൾ ചീറി. അവൻ നിറഞ്ഞു വന്ന മിഴികൾ പ്രയാസപ്പെട്ട് മറച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു. മാറ്റിക്കോ, ഞാൻ കൊണ്ടുചെന്നാക്കാം. അവൻ്റെ ശബ്ദം മുറിഞ്ഞു. അവളുടെ കണ്ണിലൂടെ കണ്ണുനീർ ഒഴുകിയിറങ്ങി. ശേഷം അടുത്ത ഭാഗത്തിൽ